നമ്മുടെ MOSൻ്റെ മൊഡ്യൂൾ 5 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോളംസിൻ്റെ ബക്ലിംഗ് ആയിരുന്നു. അതുപോലെ അതിൻ്റെ യൂലേഴ്സ് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. ബോത്ത് ആൻഡ് ഹിഞ്ച്ഡിൻ്റെ മാത്രമാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ബാക്കി കേസസ് ഇക്വേഷൻസും പ്രോബ്ലംസും മാത്രം ബാക്കി നമുക്ക് മതി. ഡെറിവേഷൻ ആ ഒരു കണ്ടീഷൻ്റെ മാത്രം മതി. സോ ഇതാണ് നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്ത് നിർത്തിയത്. യൂലേഴ്സ് ഫോർമുല ഫോർ ബോത്ത് ആൻഡ് പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ്. പിൻഡും ഹിഞ്ച്ഡും അങ്ങനെ രണ്ട് ടേംസ് നിങ്ങൾക്ക് വരാം. ടേംസും നിങ്ങൾക്ക് എക്സാമിന് വരാം. സോ ഇക്വേഷൻ ഇതായിരുന്നു P = π² EI ഡിവൈഡഡ് ബൈ L² എന്നായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. അതിനെ നമുക്കൊന്ന് ഒരു ജനറൽ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതാം. P = n × π² EI ബൈ L². n എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് എൻഡ് കണ്ടീഷൻസ് ആണ്. 4 എൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ 4 എൻഡ് കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡ്. സെക്കൻഡ് കണ്ടീഷൻ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. തേർഡ് കണ്ടീഷൻ 1 end hinged 1 end fixed ആൻഡ് ഫൈനൽ വൺ ഈസ് 1 end ഫിക്സ്ഡ് ആൻഡ് 1 end ഫ്രീ. അപ്പോൾ 2 end ഹിഞ്ച്ഡ് ആവുന്നതുകൊണ്ട് 2 എൻഡും ഫിക്സ്ഡ് ആവുന്നതുകൊണ്ട് 1 end ഫിക്സ് 1 end ഹിഞ്ച്ഡും ഉണ്ട്. അത് 1 end ഫിക്സ്ഡ് 1 end ഫ്രീയും വരുന്നുണ്ട്. ഇങ്ങനെ 4 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ P = n π² EI ബൈ L² എന്നാണ്. n കോഎഫിഷ്യൻ്റ് ഓഫ് എൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു. n എന്ന് പറയുന്നത് ഈ 4 കണ്ടീഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും ഫസ്റ്റ് കണ്ടീഷൻ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് വരുമ്പോൾ. അപ്പം എന്നിന് 1 വരുമ്പോൾ എന്തായിരിക്കും? P = 1 × π² EI ബൈ L² എന്നാവും. എന്ന് പറഞ്ഞാൽ π² EI ബൈ L² തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ ഇക്വേഷൻ. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ വരുന്നത് ബോത്ത് എൻഡ് ഫിക്സ്ഡ് വരുന്ന കണ്ടീഷനിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. സോ അന്നേരം എന്തായിരിക്കും? P = 4 π² EI ബൈ L² എന്നാവും. അതേപോലെ n 2 ആകും. അപ്പോൾ 2 π² EI ബൈ L² എന്നാവും. അതേപോലെ 0.25 1/4 ആയിരിക്കും. π² EI ബൈ 4 L² എന്നാവും. എന്നിന് 0.25 എന്ന് പറഞ്ഞാൽ 1/4. സോ π² EI ബൈ 4 L² എന്ന് കിട്ടും. സോ അങ്ങനെ ആയിരിക്കും എന്ത് എൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് ഇക്വേഷൻസ്. അപ്പം നിങ്ങൾ ഇക്വേഷൻസ് അങ്ങനെ പഠിക്കാതെ ഈ ജനറൽ ഫോം n × π² EI ബൈ L² എന്നുള്ള ജനറൽ ഫോം പഠിക്കുക. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പഠിക്കുക. 1, 2, 4, 0.25 എന്നിങ്ങനെ 4 വാല്യൂസും ഓരോ കണ്ടീഷൻ അനുസരിച്ച് വരുമ്പോൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ആ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഈ 4 കേസസിൻ്റെ ഇക്വേഷൻ. ആദ്യത്തെ ഒരെണ്ണത്തിന് മാത്രം ഡെറിവേഷൻ മതി, ബാക്കിയൊക്കെ നമുക്ക് ഇക്വേഷൻ മതി. ഈ ഇക്വേഷൻസ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഈക്വലൻ്റ് ലെങ്ത് LE എന്ന് പറഞ്ഞിട്ടൊരു ടേം കാണാം. LEയും ഇതുപോലെ ഓരോ കണ്ടീഷൻ, ഓരോ എൻഡ് കണ്ടീഷൻ അനുസരിച്ച് LEയുടെ വാല്യൂസും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ ഞാൻ വരുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാം. LE ഫോർ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് വരുന്ന കേസിൽ LE എന്ന് പറയുന്നത് L തന്നെയായിരിക്കും. അതേപോലെ ബോത്ത് എൻഡ് ഫിക്സ് വരുന്ന കണ്ടീഷനിൽ ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലെങ്ത് ബൈ 2 ആയിരിക്കും. 1 end ഫിക്സും 1 end ഹിഞ്ച്ഡും വരുന്ന കേസിൽ ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.707 L ആയിരിക്കും. അതുപോലെ 1 end ഫിക്സും 1 end ഫ്രീ ആകുമ്പം ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 times ഓഫ് നോർമൽ ലെങ്ത് ആയിരിക്കും. അപ്പം നമ്മൾ ആ ഇക്വേഷൻ നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഈ ഇക്വേഷൻസ് PCRൻ്റെ π² EI ബൈ 4 L², π² EI ബൈ L², 4 π² EI ബൈ L², ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഓരോ എൻഡ് കണ്ടീഷൻസിനും എന്നിൻ്റെ വാല്യൂ ഏത് ഇക്വേഷനിൽ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന P = n π² EI ബൈ L² എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ അകത്ത് എന്നിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസാണ്. ഈ ഇക്വേഷൻസ് ഒന്നെങ്കിൽ ഇതുപോലെ കാണാൻ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ എന്നിൻ്റെ വാല്യൂ പഠിച്ചിട്ട് ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി നമുക്ക് ക്രിറ്റിക്കൽ സ്പീഡും സ്ലെൻഡർനെസ് റേഷ്യോ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ആ ഒരു റേഷ്യോയാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ദ മിനിമം വാല്യൂ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഷുഡ് ബി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ദ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ ഈ കേസിൽ കേസ് ഓഫ് കോളം സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷൻ വരുന്ന കേസിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എബൌട്ട് എനി സെൻട്രോയിഡ് ആക്സിസ് ആൻഡ് കോളം ഈസ് ലൈക്ക് ടു ബി ബക്കിൾ ഇൻ വൺ പ്ലെയിൻ ആസ് അനദർ. ഓക്കെ, അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ സെൻട്രൽ ആക്സിസ് ആൻഡ് കോളം ഈസ് അതായിരിക്കും ഇവിടെ ഒരു
is like to buckle in one plane as another. For other shapes of cross section, ഫസ്റ്റിലത്തെ കേസ് മാത്രം ഏത് ഈ പറഞ്ഞ സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ഒഴിച്ചിട്ട് ഫോർ എനി അതർ ഷേപ്സ് ദ ക്രിട്ടിക്കൽ ലോഡ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ഐ ഈസ് ഈക്വൽ ടു ഐ മിനിമം എന്ന് പറയുന്ന ഇക്വേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഐ, ഇപ്പോൾ നമുക്ക് ചില കേസസിൽ ഐ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഓൾറെഡി നമുക്ക് പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്ന സാധ്യത എന്താണ്, ആക്ച്വലി എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ആ ഒരു ഇക്വേഷൻ, ആ സെൻട്രൽ ആക്സിസിലുള്ള ഐ ആണ് നമ്മൾ എന്തിന് നമ്മുടെ ഈ പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, സർക്കിളിലും സ്ക്വയറിലും എല്ലാം ഈ ഐ എന്ന് പറഞ്ഞു വരുന്ന ആ ഐയുടെ ടൈം. ഇനി വേറെ ഏതെങ്കിലും ഷേപ്പാണ് വരുന്നതെങ്കിൽ ഐ എടുക്കേണ്ടത് ഏറ്റവും മിനിമം വാല്യൂ ഓഫ് ഐ ആയിരിക്കും. ഐ ഇസ് ഈക്വൽ ടു ഐ മിനിമം ഇട്ട് കൊടുക്കണം. അപ്പോൾ PCR ഇസ് ഈക്വൽ ടു 4πEI/L² എന്നുള്ളിടത്ത് ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഐ മിനിമം ആയിട്ട് മാറും. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്രിട്ടിക്കൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. ക്രിട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ആ ഒരു ഇക്വേഷൻ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ക്രിട്ടിക്കൽ ലോഡ് PCRൻ്റെ ഇക്വേഷൻ അറിയാം. അതായത് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്താൽ മതി, അതിൻ്റെ എന്ത് കിട്ടും, ലോഡ് നമുക്ക് സ്ട്രെസ്സ് കിട്ടും. സോ π²EI/L² ഡിവൈഡഡ് ബൈ A ചെയ്താൽ മതി. നമുക്കറിയാവുന്ന ഈ ഒരു ഇക്വേഷൻ അതിനെ എന്ത് ചെയ്യുക, ഒരു A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ A. സോ എന്തായിട്ട് മാറും, π²EI/AK². നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഡിവൈഡഡ് ബൈ ഏരിയയും കൂടെ ചെയ്യും. നിങ്ങൾ ആ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി, π²EI/L/K². കാരണം ഇത് സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് സ്ട്രെസ് കാണാനാണ് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് വരുന്നത്. σcr ഈസ് ഈക്വൽ ടു π²E ഡിവൈഡഡ് ബൈ L/K² എന്നൊരു ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടും. π²E ഡിവൈഡഡ് ബൈ L/K². എന്താണ് L/K? L/K എന്ന് പറഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. സോ σcr ഈസ് ഈക്വൽ ടു π²E ബൈ സ്ലെൻഡർനെസ് റേഷ്യോ സ്ക്വയർ. സ്ലെൻഡർനെസ് റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈക്വലൻ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് കാര്യത്തിലേക്ക് വരുവാണ്. നമ്മളിപ്പം ഒരു ഈക്വലിറ്റി ഉണ്ടായിരുന്നു, മറന്നു പോയിട്ടാൽ. സോ ഈക്വലൻ്റ് ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്ക് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, PCR ഫോർ ബോത്ത് ആൻഡ് പിൻഡ് അല്ലെങ്കിൽ ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന കേസിലുള്ള PCRൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. π²EI/L² അല്ലെങ്കിൽ n π²EI/L². എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം π²EI/L² നമുക്ക് കിട്ടി. ഇനി നമ്മളൊരു ജനറൽ ഫോർമുലയുണ്ട്. ഇതാണ് PCRൻ്റെ ജനറൽ ഫോർമുല, π²EI ഡിവൈഡഡ് ബൈ LE². ഇതെല്ലാ കണ്ടീഷനിലും ഈ ഒരു ജനറൽ ഫോർമുലയാണ്. നമ്മൾ ആദ്യമേ നമ്മുടെ P ഈസ് ഈക്വൽ ടു π²EI/L² ഇൻറ്റു n എന്ന് പറഞ്ഞിട്ട് PCRൻ്റെ ഒരു ജനറൽ ഫോർമുല എടുത്തതുപോലെ അതിൻ്റെ വേറൊരു ജനറൽ ഫോർമുലയാണ് π²EI ഡിവൈഡഡ് ബൈ L². ഈ L എന്ന് പറയുന്നതാണ് ഈക്വലൻ്റ് ലെങ്ത്. ഇത് മുമ്പേ പറഞ്ഞ ഓരോ എൻഡ് കണ്ടീഷൻസിനനുസരിച്ചും ഈ LEയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതാ ഇവിടെയാണ് നമ്മൾ ആ ഫിഗർ ഒന്നുകൂടെ നോക്കിയാൽ മതി. ഈ LE എന്ന് പറയുന്നത് ഓരോ എൻഡ് കണ്ടീഷൻ അനുസരിച്ച് മാറും എന്ന് പറഞ്ഞു. ആദ്യത്തെ എൻഡ് കണ്ടീഷൻ അനുസരിച്ച് LE മാറിയതാണ് എന്ത് ഇവിടെ കാണാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ L/2, 0.7, 2L ഇതൊക്കെ ഓരോ എൻഡ് കണ്ടീഷനാണ്. അതിനനുസരിച്ച് മാറിയ ഈക്വലൻ്റ് ലെങ്താണ്. അപ്പോൾ രണ്ട് എൻഡും ഈക്വൽ, ബോത്ത് എൻഡ് ഈക്വൽ അല്ല, ബോത്ത് എൻഡ് പിൻഡ്. രണ്ട് എൻഡ് പിന്നായിട്ട് പിൻഡ് വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട വേറൊന്നുമില്ല. നമ്മുടെ ഈ ജനറൽ ഇക്വേഷനെ ഓരോ കണ്ടീഷൻ അനുസരിച്ചുള്ള PCR-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. എപ്പോഴും ഈ റൈറ്റ് സൈഡിലുള്ള ഇത് സെയിം ആയിരിക്കും. ഇത് ആദ്യത്തെ കണ്ടീഷൻ ബോത്ത് എൻഡ് പിൻഡുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് PCR π²EI/L² ഈസ് ഈക്വൽ ടു π²EI/LE². അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം, L² ഈസ് ഈക്വൽ ടു LE² എന്ന് എഴുതാം, അല്ലെങ്കിൽ L ഈസ് ഈക്വൽ ടു LE എന്ന് എഴുതാം. അപ്പോൾ L ഈസ് ഈക്വൽ ടു LE അല്ലെങ്കിൽ LE ഈസ് ഈക്വൽ ടു L തന്നെ ആയിരിക്കും. സോ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, LE ഈസ് ഈക്വൽ ടു L. ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ഇതിലേക്ക് പോകും. ഇനി വരുന്നത് ഇൻ കേസ് ഓഫ് കോളം 1 എൻഡ് ഫിക്സും അതർ എൻഡ് ഫ്രീയും. ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടും അതർ എൻഡ് ഫ്രീ ആക്കി വിടുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അതിൻ്റെ നമ്മുടെ ജനറൽ ഫോമിൽ നമ്മൾ എഴുതി π²EI/LE². സോ നമ്മൾ π²EI/4L² ആണെന്ത്, ഒരു എൻഡ് ഫിക്സും ഒരു എൻഡ് ഫ്രീയുമായിട്ട് വരുന്നതിൻ്റെ ഇക്വേഷൻ, PCR-ൻ്റെ ഇക്വേഷൻ. അപ്പോൾ π²EI/4L² എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ ജനറൽ ഫോമാറ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ന്യൂമറേറ്റർ രണ്ടും കട്ട് ചെയ്ത് പോകും. π²EI 4L² ഈസ് ഈക്വൽ ടു LE² എന്ന് കിട്ടും. അപ്പം LE ഈസ് ഈക്വൽ ടു 4L². അതിൻ്റെ അകത്തുനിന്ന് LE ഈസ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട് എടുക്കും, റൂട്ട് ഓഫ് 4L². സോ റൂട്ട് ഓഫ് 4 2, റൂട്ട് ഓഫ് L² L. സോ LE ഈസ് ഈക്വൽ ടു 2L നമുക്ക് കിട്ടി. ഇവിടെ ഒരു എൻഡ് ഫിക്സും ഒരു എൻഡ് ഫ്രീയുമായിട്ടുള്ളതിൻ്റെ ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2L ആയിരിക്കും.
ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഫ്രീയും. സോ ഇതാണ് കണ്ടീഷൻ. ഒരെൻഡ് ഫിക്സും ഒരെൻഡ് ഫ്രീ ആയിട്ടുള്ളതിൻ്റെ ഈക്വലൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2L ആയിരിക്കും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഈക്വലൻ്റ് ലെങ്ത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഇന്ന ഓരോ കണ്ടീഷൻ പറഞ്ഞിട്ട് ഈക്വലൻ്റ് ലെങ്ത് ഇത്രയാണെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വരും. 2 മാർക്കിനൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇനി അടുത്ത കണ്ടീഷൻ 1 എൻഡ് ഫിക്സ്ഡ് ആൻഡ് 1 എൻഡ് ഹിഞ്ച്ഡ്. ഒരെൻഡ് ഫിക്സ് ഒരെൻഡ് ഹിഞ്ചും വരുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ അറിയാം. PC ആൻഡ് ഇക്വേഷൻ 2π² EI/L² ആണ്. നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? π² EI/LE². ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. π² EI കട്ട് ചെയ്ത് പോകും. സോ 2/L² = 1/LE² എന്ന് കിട്ടും. സോ LE² = L²/2 എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് LE = L/√2. സോ 1√2ൻ്റെ വാല്യൂ എടുത്തപ്പോൾ 1/√2ൻ്റെ വാല്യൂ എടുത്തപ്പോൾ 0.707 L എന്ന് കിട്ടി. സോ LE = 0.707 L എന്ന് കിട്ടി. എവിടെ? ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഹിഞ്ച്ഡും ആയിട്ടുള്ളതിൻ്റെ കേസാണ് പറഞ്ഞത്. LE = 0.707 L കിട്ടി. അടുത്ത ഫൈനൽ 1 LE = L/2 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. LE = L/2. 2 എൻഡ് ഫിക്സ് ആവുന്ന കേസിൽ LE = L/2 എന്ന് കിട്ടണം. സോ അത് നമുക്ക് നോക്കാം. എന്താണ്? കോളം വിത്ത് 2 എൻഡ് ഫിക്സ്ഡ്. അവിടുത്തെ PCRൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ്? 4π² EI/L². അതിനെന്ത് ചെയ്തു? നമ്മൾ ജനറൽ ഫോർമുല π² EI/LE ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. π²യും EIയും കട്ടായിപ്പോയി. സോ 4/L² = 1/LE² എന്ന് കിട്ടി. അതിൻ്റെ അകത്തുനിന്ന് LE² = L²/4 എന്ന് എഴുതി. LE എന്ന് പറഞ്ഞാൽ √L²/4ൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? L²ൻ്റെ റൂട്ട് L കിട്ടും, 4ൻ്റെ റൂട്ട് 2 കിട്ടും. സോ LE = L/2 എന്ന് കിട്ടും. LE = 1/2 L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 കണ്ടീഷൻസ്. ഓരോ കണ്ടീഷൻസിനനുസരിച്ചുള്ള എന്നിൻ്റെ വാല്യൂ മാറുന്നു നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഇക്വേഷൻസ് എഴുതി. അതുപോലെ തന്നെ ഓരോ കണ്ടീഷൻസിനനുസരിച്ച് ഈ പറയുന്ന LEയുടെ വാല്യൂ മാറുന്നത്, ഈക്വലൻ്റ് ലെങ്ത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കൂടെ നോക്കാം. എ സ്റ്റീൽ റോഡ് 6 meter long and of 30 meter diameter is used as a column which one end fixed and other free. Determine the critical load by Euler's formula. Take E = 200 GPa. സോ തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു 6 meter ലെങ്ത് ഉള്ള സ്റ്റീൽ റോഡുണ്ട്, 30 mm ഡയമീറ്റർ ഉള്ള ഒരു കോളമുണ്ട്. സോ അതിനെ മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. കാരണം ലെങ്ത് മീറ്ററിൽ ഒന്നെങ്കിൽ ഫുള്ള് MM-ലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ള് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ളത് മീറ്റർ MM എല്ലാം എന്ത് ചെയ്തു? നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. E = 200 GPa ആണ്. 200 GPa എന്ന് പറഞ്ഞാൽ 200 × 10⁹ Nm². സോ കൺവേർഷനൊക്കെ നോക്കിക്കോണം. സോ ഫസ്റ്റ് നമുക്ക് അറിയേണ്ട, നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് നോക്കുക. ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഫ്രീയുമായിട്ടുള്ള കണ്ടീഷനിലെ ക്രിറ്റിക്കൽ ലോഡ് PCR കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ PCR = ഇക്വേഷൻ നമുക്കറിയാം, π² EI/L E², അല്ലേ? ഒരെൻഡ് ഫിക്സ് നമ്മുടെ കണ്ടീഷൻ നമുക്കറിയാം, π² EI/LE² എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് LE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരെൻഡ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. LE എന്ന് പറഞ്ഞാൽ 2L ആയിരിക്കും. ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഫ്രീയുമായിട്ടുള്ള കണ്ടീഷൻ്റെ LE എന്തായിരിക്കും? നിങ്ങൾ നോക്കിയാൽ മതി. ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഫ്രീയുമായിട്ടുള്ള കണ്ടീഷൻ്റെ LE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് ഒരെൻഡ് ഫിക്സ് ഒരെൻഡ് ഫ്രീ ആയിട്ട് വരുന്ന കണ്ടീഷൻ ഏതാണ്? ഈ ലാസ്റ്റ് ഫൈനൽ 1. സോ ഫൈനൽ 1 LE = 2L ആയിരിക്കും. സോ ആ ഒരു സംഭവം എന്ത് ചെയ്യുക? നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. LE = 2L. അപ്പോൾ ലെങ്ത് വന്നിട്ടുണ്ട് 6. അപ്പോൾ ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 × 6 12 മീറ്റർ ആയിരിക്കും. അപ്പം ക്രിറ്റിക്കൽ ലോഡിൻ്റെ ഇക്വേഷൻ P = π² EI/12 എന്നാവും. π² EI/LE² എന്നുള്ളത് 12² എന്നാവും. π² EI/LE². ഇനി അതിൻ്റെ അകത്ത് E അറിയാം, π അറിയാം, LE അറിയാം. ആകെ അറിയാത്തത് I മാത്രമേ ഉള്ളൂ. സോ മൊമെൻ്റം ഓഫ് ഇനേർഷ്യ I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇവിടുത്തെ ഷേപ്പ്? സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ സെക്ഷനാണ്. കാരണം പറഞ്ഞിട്ടുണ്ട് എ സ്റ്റീൽ റോഡെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റോഡെന്ന് പറഞ്ഞാൽ സർക്കുലർ സെക്ഷൻ ആയിരിക്കും. സോ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = πd²/64. ഓക്കെ, സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πd²/64 ആണ്. ഇക്വേഷൻ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ പഠിച്ച ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. d² അല്ല d⁴/64. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് Iയുടെ വാല്യൂ കിട്ടി. എത്ര കിട്ടി? 3.97 × 10⁻⁻8
m⁴ കിട്ടി. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ വാല്യൂസും കിട്ടി ഇതിൻ്റെ അകത്ത്. ഏതൊക്കെ കിട്ടി? π² അറിയാം, L കിട്ടി, E അറിയാം, I അറിയാം. അത്രയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തും. 0.545 kN. സോ ഇതാണ് പ്രോബ്ലംസ്. ഇങ്ങനെ സിമ്പിളാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, എന്താണ് തന്നിട്ടുള്ള കണ്ടീഷൻ, അതായത് ഫിക്സ്ഡ് ആണോ അതോ ഫ്രീ ആണോ എന്നുള്ള കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കണം. രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള സൈൻ കൺവേർഷൻ്റെ കാര്യം കൂടെ നോക്കണം. ഓക്കെ, ഇത്രയപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇതിന് ശേഷം വരുന്ന അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.